സൈഡും ഇതുപോലെ ഇതന്നല്ലോ ഓല. നമ്മളങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പളേ നമ്മള് മുത്തങ്ങ ഫോറസ്റ്റ് കയറിയാണ്ട് ഇറങ്ങിയ വീഡിയോ ആണ് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. അപ്പൊ ഇനി നമ്മൾ പോണത് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് അല്ലേ? അപ്പൊ അങ്ങോട്ടാണ് ഇനി പോണത്. ഇനി അവിടെ പോയിട്ട് നമുക്ക് കുറെ മൃഗങ്ങളെയും കുറച്ച് സാധനമൊക്കെ നമുക്ക് കാണാനുണ്ട്. അപ്പൊ ഇനി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇതാണ് ഇവിടുത്തെ നമ്മളെ ഗുണ്ടൽപേട്ട. ഇതല്ലേ? ഞങ്ങളെ കാട്ടുകൂടെ കൊണ്ട് പോവോ? വിലം കിട്ടാലോ? ഷോ നമ്മളെ വിലം കൂടെ വന്നൊരു പേടിയാണോ? ഭയങ്കര കുയ്താണ് അവൻ്റെ മുഖം കണ്ടിട്ടാണ് തോന്നുന്നത്. അപ്പൊ ഇതാണ് ഗുണ്ടൽപേട്ട. നമുക്ക് രണ്ട് സൈഡിലും ഇതുപോലെ കാടും മലകളും പച്ചപ്പുകളും നിറഞ്ഞ നല്ല കാറ്റോട് കൂടി നല്ല ശാന്തതയോടെ ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ് നമ്മുടെ ഗുണ്ടൽപേട്ട. അപ്പോൾ നമ്മളിനി ഒരു ചായ എടുക്കാൻ വേണ്ടി നോക്കുകയാണ്. മാരുതിയൊക്കെ കട്ടപ്പുറത്തേക്കാണ്. മാരുതി കട്ടപ്പുറത്ത്. ഓ, വലിയ വർക്ക്ഷോപ്പാട്ടോ. അപ്പോൾ ഇതാണ് ഗുണ്ടൽപേട്ട. നമ്മൾ എന്താ പറയുക, പച്ചപ്പും ഹരിതവും എല്ലാം അതിന് ചാടിക്കേണ്ട പരിപാടിയാണ്. നല്ലൊരു സ്പോട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചാടിക്കാൻ വേണ്ടി നോക്കും. രണ്ട് സൈഡും ഇതുപോലെ പച്ചപ്പ് നിറഞ്ഞു കിടക്കുക. അതും ഫുള്ള് ചിലതൊക്കെ കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലത് ഒഴിച്ചിട്ടുണ്ട്. നല്ല കാറ്റുണ്ട്. നമ്മളങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇവിടെ സീറ്റൊക്കെ ഇട്ട് നല്ല ഉഷാറേന്. മഴക്കാലേന് അന്ന്. യെസ്, താങ്ക് യു. അങ്ങനെ നമ്മൾ ഗുണ്ടൽപേട്ട വന്നിട്ട് നമ്മൾ ചായ കുടിക്കുകയാണ് ചെയ്യും. ഏതാ വണ്ടി? നമ്മൾ ഗുണ്ടൽപേട്ട എത്തി. അപ്പോൾ ചായ എടുക്കാൻ വേണ്ടി നമ്മൾ സ്പോട്ടിൽ നിർത്തിയാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഈ ചോളം കൃഷി ഉണ്ട് ഇവിടെ. അത് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നത് മുഴുവനും ചോളമാണ് കേട്ടോ. ചോളം കൃഷിയാണ്. അത് ഈ സൈഡിലും ഉണ്ട്, അതുപോലെ അപ്പുറത്തെ സൈഡിലും ഉണ്ട്. അങ്ങനെ രണ്ട് സൈഡിലും ചോളമാണ് ഇവിടെ. പിന്നെ ഇവിടെ മെയിനായിക്കണ്ട് പശുക്കളാണ്. പശു ആരാധകരാണ് ഇവിടെ ഉള്ളത്. എല്ലായിടത്തും നോക്കിയാലും ഒരു പശുവെങ്കിലും നമ്മൾ കാണാൻ നിൽക്കില്ല. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു റെസ്റ്റിംഗ് ഏരിയയിൽ നമ്മൾ പാർക്ക് ചെയ്തിരിക്കുകയാണ്. റെസ്റ്റിംഗ് ഏരിയ നമ്മൾ ജസ്റ്റ് ഒന്ന് സൈഡാക്കി നിർത്തി. നാരിലൊക്കെ പനിയുണ്ട്. കുടിക്കണോ വേണ്ടോ എന്നൊരു ഡൗട്ടിൽ നിൽക്കുകയാണ്. എന്നാ കുടിക്കാം. റോഡൊക്കെ നല്ല വിശാലമായിട്ടുള്ളതാട്ടോ. ഇവിടെ ഓ, അത് മുരട്ടകളാ, അല്ല ഇരട്ടകളാ. ഇതന്നല്ലോ ഓല പരിപാടി. ജസ്റ്റ് ഒന്ന് മാറിക്കൊണ്ട് പോവുകയും ചെയ്യും. സാധനം വലിപ്പന്നുള്ളില്ലേ? നമ്മളെ നാട്ടുകാർക്കത്തെ ലാഭമൊന്നുമില്ല. ഇവിടെ നിന്നുണ്ടാണല്ലേ. നമ്മളെ ഇപ്പോൾ ഗുണ്ടൽപേട്ടക്കും ബന്ദിപ്പൂരിൻ്റെ ഒക്കെ ഇടയിലുള്ള സ്ഥലത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇവിടെ സൈഡൊക്കെ ഉണ്ടോ. അപ്പോഴൊരു കാര്യം ഓർത്ത്, ഇവിടെ അധികം ട്രാക്ടറിനെ കാണുന്നുണ്ട്. ഈ കല്ല് കൊണ്ടുപോകാണെങ്കിലും മണൽ കൊണ്ടുപോകാനൊക്കെ ട്രാക്ടറാണ് ഇവിടെ അധികം ഉള്ളത്. നമ്മളെ ബന്ദിപ്പൂര് ടൈഗർ റിസർവിലാണ് ഇപ്പോൾ. അങ്ങനെ ഫോറസ്റ്റിനകത്ത് കയറിയത് തുടക്കത്തിൽ തന്നെ നമ്മൾ 2 മാനിനെ കണ്ടുട്ടോ. ഇനിയിപ്പോൾ ബാക്കി എങ്ങനെയാണെന്ന് അറിയില്ല. ഏതായാലും നമുക്ക് ജീവല്ലാത്ത തോന്നുന്നുണ്ട് അവിടെ. ഇല്ല മാതിരി പറയണല്ലോ. ഞങ്ങൾ തുടക്കം ഏതായാലും ഉഷാറായിക്കണം. 2 മാനോട് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്. ഇനിയിപ്പോൾ നമുക്ക്
ഓരോ മൃഗങ്ങളെ ഇനി സ്പോട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. നമുക്ക് കാണേണ്ടതാണ്. തുടക്കം ഗംഭീരത്തിന് ശേഷം നമുക്ക് ഒടുക്കം ഗംഭീര പോരോ. അപ്പോൾ ഒരു കൊടികുത്തി കാറൊക്കെ പോണ് ഇങ്ങനെ നോക്കണ്ട. അപ്പം ഇനി ഏതെങ്കിലും സ്പോട്ട് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കാരണം എൻ്റെ ഫോണിലെ ചാർജ് പറ്റ കുറവാണ്. നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അസ്ലം ഭായി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ആനെ കാണിച്ചിരുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ആനെ കണ്ടിട്ടില്ലെങ്കിൽ എനിക്കിട്ട് പൊങ്കാലിടാ നോക്കോ. അപ്പോൾ നമുക്ക് ആനെ കാണുമോ നോക്കാം. യെസ്, അങ്ങനെ ഫസ്റ്റ് നമ്മൾ എന്താ പറയുക, നമ്മളെ മാൻകുട്ടങ്ങൾ കണ്ടിരിക്കുകയാണ് ഗൈസ്. എത്രമാതിരി മാനുകളൊക്കെ ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഫസ്റ്റ് മാനിനെ കണ്ടപ്പോൾ എടുക്കും തുടക്കം നന്നായി എടുക്കും നന്നു. അങ്ങനെ നമ്മൾ ഒരു കൂട്ടം മാനുകളെ കണ്ടിരിക്കുകയാണ്. ഇതാണ് റോഡിലെ ഇതാണ് നമുക്ക് ഇങ്ങോട്ടാണ്. അപ്പോൾ ഓക്കെ. പിന്നെ ഇതേമാതിരി ഇനി വേറെന്തോ കാണാണ്ടുണ്ട്. സംഭവേ എന്തൊക്കെയോ ഉണ്ട്, പക്ഷേ കാടിൻ്റെ ഉള്ളിലാണ്, പുറത്തേക്കൊണ്ട് വരുന്നില്ല ഓല്. അവിടെ ആരൊക്കെയോ ഒരു ചെറിയ ചവിട്ടലൊക്കെ ചവിട്ടുണ്ട്. കണ്ടാ നിങ്ങൾക്ക് കാണിച്ചുതരാം. കാണേണ്ടതാണ്, കാണണമല്ലോ. അത് ഹമ്പ് ആടാൻ വേണ്ടി നിർത്തിയതാണ്. സംഭവം കാടുകളാണ്, മാങ്ങിയെന്ന് പറഞ്ഞിട്ട് വരില്ല. നമ്മളിതുവരെ ഫസ്റ്റ് ഹംബ്ര നമ്മൾ എന്താ പറയുക കയറിയപ്പോൾ 2 മാനുകളെ കണ്ടു. മാനുകൾ തന്നെ ഉള്ളു കേട്ടോ ശരിക്കും കണ്ട്. പിന്നെ മയില് കാര്യം പറഞ്ഞുതരാം. പറഞ്ഞതാട്ടോ റെക്കോർഡാട്ടോ ഗൈസ്. അപ്പം നമുക്ക് ഒരു ഭാഗം ഇങ്ങനെ തെളിഞ്ഞു വന്നിക്കാണ്. അതായത് ഇതൊക്കെയാ അവിടെ ഒരു കൊമ്പൻ ഉള്ളിട്ടോ. നമുക്ക് ഇത്ര വൈബിൽ കിട്ടുന്ന നമ്മൾ വിചാരിച്ചല്ല. ഇനിയിപ്പോൾ എന്താകുമോ എന്തോ. എനിക്ക് നമ്മള് കൊമ്പനെ കണ്ട് ഗൈസ്. രസല്ലേ? നമുക്ക് ഇതുവരെ പോയില്ലേ, നല്ല ഉഷാറ് കിട്ടിയപ്പോഴാണ്. അങ്ങനെ നമ്മള് ഇങ്ങനെ എന്താ പറയാ കൊമ്പനെ കണ്ടിരിക്കുകയാണ് ഗൈസ്. പോയിക്കോളിട്ടോ. കൊമ്പൻ മാത്രല്ല കേട്ടോ, ഇതൊക്കെയാ നമ്മൾ ഒട്ടും വിചാരിച്ചില്ല കേട്ടത്. കൊമ്പനല്ല, കൊമ്പത്തിയാണ്. ഏതായാലും നമുക്ക് കിട്ടിയ ഏതായാലും ഭാഗ്യമുണ്ട്. സെറ്റായി. നമ്മൾ ഒട്ടും വിചാരിച്ചില്ല ഗൈസ്. അങ്ങനെ ഫോണിൽ ചാർജ് തീരാനായാലും എന്താ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ്. അങ്ങനെ നമ്മൾ അസ്ലമൊക്കെ പറഞ്ഞ കാര്യം നമ്മൾ സാധിച്ചിരിക്കുന്നു. ആദ്യമായിട്ടോട്ടുണ്ട് ഇങ്ങനെയൊക്കെ. കൊമ്പനാണ് നമ്മൾ വിചാരിച്ചത്, കൊമ്പത്തിനെ കണ്ട് സാരല്ല. ഏതായാലും ഞാൻ ആദ്യം കുറച്ചൊക്കെ നെഗറ്റീവ് അടിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പം അത് ഏറ്റവും വലുതിലേക്ക് എത്തുന്നത് നമ്മൾ വിചാരിച്ചില്ല. ഏതായാലും ഉഷാറായി. ഏതായാലും നമുക്ക് മുതലേക്കണേ. ഏതായാലും ഇതവിടെ കുരങ്ങനെ ഇരിക്കുന്നുണ്ട്. കുരങ്ങനെ അവിടെ നല്ല കേട്ടോ. അതൊക്കെ എല്ലാ സാധനവും ഉണ്ട്. കടവ് അതവിടെ ഇങ്ങനെ കയറി ഇങ്ങനെ നിൽക്കണേ. അങ്ങനെ നമ്മൾ വീണ്ടും കൊമ്പനെ കണ്ടു ഗൈസ്. ഒന്നല്ല കേട്ടോ, അതൊക്കെ 2 ചെക്കൻ നല്ല മൂഡിലാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. അങ്ങനെ വീണ്ടും നമ്മൾ കൊമ്പനെ കണ്ടിരിക്കുകയാണ്. ഇന്ന് ഷാറായിട്ട് നമുക്ക് മുത്തങ്ങ ഫോറസ്റ്റ് പോയപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഇവിടെ കൊമ്പനൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് മൊത്തം നമ്മൾ 4 ആനനെ കണ്ട്. പൊളിക്കിട്ട സംഭവം. ഇത് ഇവിടെ ഒരു ആനനെ കണ്ടിട്ട് നമ്മള്
ഇത് എല്ലാം പോവാൻ അടിയിൽ പോയാനെ ഇത് ബാക്കിൽ തിരിച്ചിട്ടുള്ളതാണ്. ഓ അങ്ങനത്തെ ആനല്ലേ ആളെ പറ്റിച്ചു കേസ് സംഭവം